ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഗൈസ്, കൊല്ലത്തുനിന്ന് വന്നതും എനിക്ക് പനി പാടിയിട്ടുണ്ട് ഗൈസ്. എനിക്ക് ഭയങ്കരമായിട്ട് ജലദോഷവും പനിയും പിടിച്ചു. ഇപ്പൊ രണ്ട് ദിവസമായി. അതുകൊണ്ട് ഇടങ്ങാറായിട്ട് നടക്കുന്നു. അതിന്റെ നടുവിൽ ഈ മിയാസിന്റെ ഓരോരോ തലവേദനയുണ്ട് വരും. ഈ മിയാസ് കുറെ ദിവസമായി നമുക്ക് ആ സ്കൂൾ 4 ദിവസം ലീവ് ഉള്ളപ്പോ നമുക്ക് തന്നതാണ്. പക്ഷെ 4 ദിവസം നമുക്ക് 4 ദിവസം നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. നമ്മള് കൊല്ലത്തും പരിപാടിയിലൊക്കെ ആയിരുന്നു. ഇപ്പൊ അത് ചെയ്ത് കൊടുക്കണമെന്ന് ഭയങ്കര നിർബന്ധമാണ്. ഇപ്പൊ ഈ കാർഡ്ബോർഡ് കഷ്ടം കൊണ്ട് ഒരു 100 സ്ക്വയർ ഫീറ്റിൽ ഒരു വീട് ഉണ്ടാക്കി കൊടുക്കണം. നീ വന്നിട്ട് വീടെ വരികയാ. അപ്പൊ നാളെ മുതൽ നീ എഞ്ചിനീയറാ? ഈ വീടോണ്ട് കൊറേ നേരമായി ഞാൻ പണിയെടുക്കാൻ തുടങ്ങിയിട്ട് ഗൈസ്. ഇതപ്പൊ ശരിയാവും. കിട്ടിയാ മതി. ഓട്ടറിന് പിന്നെ ഈസി. ബാക്കിയുള്ള നമ്മുടെ കற்பനയിൽ ഉണ്ടാക്കുന്നതാണ്. മുക്കോടെ ശരിയായിച്ചപ്പോ കഷ്ടപ്പെട്ട് ഒരു കട്ടത്തിലായി വണ്ടി അതേമാതിരി മുക്കോണം നോക്കട്ടെ. ഇതെനിക്കൊരു തലവേദന പിടിച്ച പണിയാണ്. അല്ലെങ്കിൽ തലവേദന സഹിക്കാൻ വയ്യ ഗൈസ്. പോയി മിന്നാന്ന് ഇഞ്ചക്ഷൻ ഇല്ല. മിന്നാന്ന് പനിയായിട്ട് എന്നിട്ട് ഒരു ഇഞ്ചക്ഷൻ ഇട്ടു. അപ്പൊ മിന്നാന്ന് വല്ലാണ്ട് അറിഞ്ഞില്ല. ഇന്ന് രാവിലെ ഭയങ്കരമായിട്ട് ശ്വാസം കിട്ടാണ്ടായിട്ടും അങ്ങനെ കഫക്കെട്ട് അധികമായിട്ട് ഭയങ്കര ഇതായിരുന്നു. ഇത്ര നേരം വീട്ടിലത്തെ എല്ലാ പണി ഞാൻ ചെയ്യണം ഗൈസ്. ഫുഡ് ഞാൻ ഉണ്ടാക്കണം, വീട്ടിലത്തെ എല്ലാതും ഞാൻ ചെയ്യണം. ഒക്കെ കഴിഞ്ഞ് കിടക്കുമ്പോഴത്തേനും കിടക്കാൻ പറ്റിയില്ല. എന്നെങ്കിൽ നമുക്ക് 2 സൂചി വെച്ചിട്ടുള്ളൂ. അത് കഴിഞ്ഞ് ഗുളികയും ഭയങ്കര ഡോസ് ഒക്കെപ്പാടും കഴിയുമ്പോഴത്തേനും എനിക്ക് ഒന്നാമത് തലയും പൊന്തണില്ല. അപ്പത്തിന് ഈ പരിപാടിക്കും ഇത് വീടാണ് എന്റെ ഉദ്ദേശം. വീട് പോയിട്ട് വലിയ ഫ്ലാറ്റ് ആവുമെന്ന് എനിക്കറിയില്ല. ഒരു വീടിന് മെയിനാ മുഖ്യം എന്താണെന്നറിയാമോ? അളവില്ലെങ്കിൽ ഒന്നും നടക്കില്ല. ഇതിപ്പോ എപ്പടി വരച്ചേ? അപ്പത്തെ വരച്ചാ ഇതില് വേറെ കൊറേ പൂച്ചയുടെ മക്കളുണ്ട് ഗൈസ്. ഇവിടെ പോയിരുവേ വേറെ വീട്ടിൽ പോകാമാ? അപ്പൊ നമ്മള് യൂട്യൂബിൽ നോക്കിയിട്ടാണ് നമ്മളുടെ വീട് ഉണ്ടാക്കുന്നത് ഗൈസ്. ഇന്നലെ ഒരു വീട് കണ്ടുവച്ചത്. ഇന്നലെ കണ്ടുവച്ച വീടിന് എന്താ കാണാനല്ല ഗൈസ്. ഇത് ரொம்ப സാമത്രിയം. പൂച്ചയാണ്. ആ പൂച്ച പ്രസവിച്ച് കുട്ടികളൊക്കെ ആയിട്ടുണ്ട്. ഇത്ര കുട്ടികളായിരുന്നു. ഇപ്പൊ ഏകദേശം 2 മാസത്തോളായി. ഒക്കെ വലുതായിട്ടുണ്ട്. ഇതിന്റെ പേര് വെണ്ണില, ഇതിന്റെ പേര് ക്യൂട്ടി പൈ, ഇതിന്റെ പേര് ജിഞ്ചു മുഫാസ. ഇതിന് 3 ഭയങ്കര അട്ടഹാസം ചെയ്യുന്നുണ്ട് ഇവിടെ. ഇത് വലുതായിട്ട് ഇതിനെ കൊണ്ടുപോയിട്ട് നമുക്ക് എവിടെയെങ്കിലും ആർക്കെങ്കിലും കുറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. ഓർക്ക് നമുക്ക് കൊടുക്കണം, പാർസൽ ചെയ്ത് കൊടുക്കണം. കാരണം എന്നെയും കൊണ്ട് ഇത് വളർത്താനാവൂല ഗൈസ്. பார்சல் கொடுக்க முடியாதுமா. இது நாம குட்டி. இது நாம வளர்த்திட்டோம். இது வேற யாருக்காச்சும் கொடுத்தோம். நல்லா இருக்கு, சாஃப்டா இருக்கு. ഈ വീട് ചെയ്യല് ഞാൻ കൈമാറിയിട്ട് വിട്ടു കൊടുക്കുന്നുണ്ട് ഗൈസ്. ചെയ്തരോ? വരച്ചു പോകാൻ മുക്കോണം വരച്ചു കൊടുക്കണേ. വരക്കണോ? நேத்து பார்த்த வீடு காணுமா? அந்த 9 சென்டிமீட்டர் 4 சென்டிமீட்டர் வருதா பாரு. ஃபர்ஸ்ட் புரியுதா? டோர் வர்க்க வேண்டி போவானு. இங்க இருந்து ஸ்ட்ரைட்டா வச்சுக்கோ டோருக்கு. என்ன எண்ணிட்டு இருக்க? மொத்த எத்தனை அளவு இருக்கு இதுல? சின்னதை போதும் கதவு. இப்பே ஒட்டாத, ஃபர்ஸ்ட் வரைக்கு பென்சில்ல அது பென்சில்ல வரைக்கு. അന്താണ്ടി അതേ സൈസ് അതേ അളവ്. ആദ്യം ഇത് വരച്ചു മേലത്തെ സെന്റിമീറ്റർ അത് എவ்வளோ വേണമെന്ന്.
5 പേര് എനിക്കതാ ചിന്നത് പോകും. ഇത് വേറെ സ്കെച്ചിൽ വരച്ചാ പോതാന്ന് വേറെ. നമ്മൾ യൂട്യൂബിൽ നോക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ആദ്യം വരച്ചിട്ട് എല്ലാം റെഡിയാക്കിയിട്ട് നമുക്ക് വീടിനെ സെറ്റപ്പ് ചെയ്യാം. ബാക്കി ഡെക്കറേഷൻ ഒരു പ്രശ്നമില്ല. നടുവില് വരുമ്പോ പെൻസില് ഫസ്റ്റ് பண்ணிட்டு അപ്പൊ നമ്മൾ അങ്ങനെ ചെയ്ത് നമ്മൾ ഏകദേശം ഒരു വീടിന്റെ രൂപത്തേക്ക് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ഗൈസ്. ഇനിയും ഇതിന്റെ പരിപാടി കഴിഞ്ഞിട്ടില്ല. ഇതിന്റെ മേൽക്കൂര ഉണ്ടാക്കണം, 4 പുറത്ത് വെയിലൊക്കെ കെട്ടാണ്ട് ഗൈസ്. എന്നാലും അപ്പൊ അതൊരു വീടാവുള്ളൂ. അങ്ങനെ ഞങ്ങൾ എഞ്ചിനീയറായി ഒരു വീടൊക്കെ കെട്ടിപ്പിടിച്ചില്ലേ. നമ്മളൊരു എഞ്ചിനീയറായി വീട് കെട്ടിയില്ലേ. ഒരു എഞ്ചിനീയറായി വീട് കെട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോ ഇതിന്റെ പരിപാടി എന്താ വെച്ചാൽ അത് വെള്ളയാ കൊടുക്കാൻ പറ്റില്ല, ഇതിന് കളർ അടിക്കണം. മേൽക്കൂര ആയി കിട്ടുന്നോട്ടെ, മേൽക്കൂര പണിയണം. റെഡി ആയിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാല് ഞങ്ങളുടെ വീട്ടിലത്തെ ചിഞ്ചു മുഫാസാക്കും ക്യൂട്ടി പയ്യക്കും വെണ്ണില കറക്റ്റായിരിക്കില്ലേ. കഥവ് കൂടെ കുറച്ച് പെരുസാവണം. വലുതാണെങ്കിൽ 3-ന് കറക്റ്റാണ്. അപ്പൊ ഗൈസ് മിയാസിനുള്ള വീട് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിന് കുറച്ച് ഡെക്കറേഷൻ പരിപാടി ചെയ്താലാണ് കാണാൻ ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ ഏകദേശം യൂട്യൂബിൽ നോക്കിയിട്ടാണ് ഫസ്റ്റാണ് ഞങ്ങളിത് ചെയ്യുന്നത്. ഞാനൊക്കെ കടയിൽ നിന്ന് വാങ്ങിക്കൊടുക്കലാണ്. ഇപ്രാവശ്യം ഫസ്റ്റ് ഇങ്ങനത്തെ അട്ട കൊണ്ടുവന്ന് ഈസിയാ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ കളറൊക്കെ ആക്കിയിട്ട് അടിപൊളി വീടാക്കി വെക്കണം. ഒരാളിപ്പോൾ ട്യൂഷൻ പോയിക്കുകയാണ്. ട്യൂഷൻ പോയിട്ട് വരുമ്പോൾ മനസ്സുകൊണ്ടായിരിക്കും പോയിട്ടുണ്ടാവും. വരുമ്പോഴത്തേന് വീട് റെഡിയാവൂലേ എന്ന്. അപ്പോൾ വീട് എന്തായാലും റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അവൻ്റെ പേരെഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അവൻ്റെ പേരൊക്കെ ഇതിൽ എഴുതി കൊടുക്കണം. എന്തിനാണെന്ന് അറിയില്ല. ഒരു കുറേ ചാർട്ട് ക്രാഫ്റ്റ് ഉണ്ടായിരുന്നു, അതൊക്കെ ചെയ്ത് കൊടുത്തയച്ചിട്ടുണ്ട്. ഇതിനെന്തായാലും കുറച്ച് പരിപാടി ഉണ്ട്. ചിലപ്പോൾ സയൻസ് എക്സിബിഷന് എന്തിനെങ്കിലും ഒന്നും ആവില്ല. ഈ കുട്ടികൾ ചെയ്ത് വെച്ചത് എക്സിബിഷന് വെക്കാറുണ്ട്. അപ്പൊ അതിനായിരിക്കും ഇത് വിചാരിക്കണോ. അപ്പൊ ഇതാണ് മിയാസിന്റെ ഭാവി വീട്. ഞങ്ങൾ കെട്ടിപ്പണിത ഞങ്ങളുടെ എഞ്ചിനീയർ എന്റെ മോളല്ല. ഞാൻ ഈ 2 പീസ് മാത്രമേ കെട്ടിയിട്ടുള്ളൂ. ബാക്കിയൊക്കെ എനിക്ക് ഉണ്ടാക്കാനേ അറിയില്ല പറഞ്ഞു ഗൈസ്. അപ്പൊ ഉണ്ടാക്കാൻ അറിയാത്ത ആളാണ് ഈ വീട് ഉണ്ടാക്കിയിരിക്കുന്നത്. ആർക്കെങ്കിലൊക്കെ ഇങ്ങനെയൊക്കെ എക്സിബിഷനോ കുട്ടികൾക്ക് വീടൊക്കെ ഉണ്ടാക്കണമെങ്കിൽ എല്ലാവരും കൊറിയർ അയച്ചു തരും. അങ്ങനെയൊക്കെ ഉണ്ടാക്കാം. നമ്മളെക്കാട്ടിലും ഭംഗിയിൽ ഉണ്ടാക്കുന്നത് ഒരുപാട് പേരുണ്ടാവും. നമ്മൾ ജസ്റ്റ് സിമ്പിൾ ഒരു പേര് നമ്മൾ ഉണ്ടാക്കി കൊടുത്തു എന്നാണ്. അപ്പോൾ എനിക്കും പറയാൻ വന്നത് എന്താ വെച്ചാൽ ഗൈസ് പനി നല്ല ബാധിച്ചിട്ടുണ്ട്. രാവിലെ കുഴപ്പമില്ല, ഉച്ചക്ക് രാവിലെ ഭയങ്കര കഫക്കെട്ടുണ്ടാവും, ഉച്ചക്ക് കുഴപ്പമില്ല, വൈകുന്നേരം ഈ ഒരു സമയമായാൽ എനിക്ക് പനി വരും ഗൈസ്. ഇത്ര നേരം എനിക്കൊരു കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പൊ എനിക്കൊന്ന് കഫക്കെട്ടിന്റെ ആണെന്ന് വിചാരിക്കുന്നു. പക്ഷെ എങ്ങനെ കഫക്കെട്ട് പിടിച്ചു എന്നാണ് അറിയാത്തത്. ഇപ്പൊ എല്ലാവർക്കും അറിയില്ല, നമ്മൾ ഈ ജിമ്മൊക്കെ പോലും ഡയറ്റ് പ്ലാനും ഒക്കെ ആയിട്ട് നമ്മൾ 5-6 മാസത്തോളം കൂളിങ്ങുള്ള ഐസിന്റെ ഒരു സാധനം നമ്മൾ തൊടലില്ല. ഇപ്പൊ എങ്ങനെ പിടിച്ചെന്ന് എനിക്കും അറിയില്ല. ഇപ്പൊ അലർജിയാ എന്നല്ല ഗൈസ്, അലർജി ആയിട്ട് വന്നിക്കാണോന്ന് എനിക്കറിയില്ല. ഇപ്പൊ സനാന് മിയാസിലേക്ക് നടുവില് ഒട്ടിക്കാണ്ട് ഗ്യാപ്പ് വിട്ടിട്ടാണ് നടത്തി. കാരണം ഒരു വീട്ടിൽ ഒരാൾക്ക് വന്ന ടോട്ടൽ എല്ലാവർക്കും വരും ഗൈസ്. വന്ന എനിക്ക് തന്നെ ഇനിയും സമാധാനമായിട്ടില്ല. അപ്പൊ ഗൈസ് ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ. നാളെ നമുക്ക് നെക്സ്റ്റ് നല്ല അടിപൊളി ഒരു വീഡിയോ ഉണ്ടാവും. അത് എന്താണെന്ന് ഒരു സർപ്രൈസ് ആണ് അല്ലേ. സർപ്രൈസ് ആണ്, അത് നാളെ ഉണ്ടാവും. അപ്പൊ ഗൈസ് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബും ചെയ്യുക, സപ്പോർട്ടും ചെയ്യുക, ഷെയറും ചെയ്യുക. നാളെ നെക്സ്റ്റ് നല്ല വീഡിയോ എല്ലാവർക്കും ബൈ. അസ്സലാമു അലൈക്കും.